പാർക്കിൻസോണിസം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗങ്ങളിൽ വരുന്ന പ്രവർത്തനക്കുറവ് മൂലം വരുന്ന ഒരു രോഗാവസ്ഥയാണ്. ഞാൻ ഡോക്ടർ പീറ്റർ വിയാനി, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കിംസ് വലീദ് ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി. പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൈകൾ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ വരുന്ന വിറയലുകൾ, ഒരു പിൽ റോളിംഗ് ട്രെമർ എന്ന് പറയും. അതിൻ്റെ കൂടെ ശരീരത്തിലെ ജോയിൻസിൽ സ്റ്റിഫ്നെസ്സും സ്ലോനെസ്സും. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ കാലെടുത്ത് വെക്കുമ്പോൾ സ്റ്റക്ക് ആവുക, കാലിഴച്ചഴിച്ച് നടക്കുക, പിന്നെ ചിന്തകളിലും സംസാരത്തിലും വരുന്ന സ്ലോനെസ്. ഇതെല്ലാമാണ് പാർക്കിൻസോണിസത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മുതിർന്നവരിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ചില ജനറ്റിക് പ്രോബ്ലംസിൽ യങ്സ്റ്റേഴ്സ്, അതായത് ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട്. പ്രധാനമായും മുതിർന്നവരിൽ ഇത് സംഭവിക്കുമ്പോൾ അവർക്ക് വീഴ്ചകൾ വരാൻ സാധ്യതയുണ്ട്. വീഴ്ചകളുടെ ഭാഗമായി തലച്ചോറിൽ ഡാമേജ് വരികയും ഹെഡ് ഇഞ്ചുറി വരികയും എല്ലുകളിൽ ഫ്രാക്ചർ വരികയും കിടപ്പ് രോഗിയാവാനുള്ള സാധ്യതകളുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ വീഴ്ചകൾ കുറയ്ക്കാൻ സാധിക്കും.